ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പം എന്താ പറഞ്ഞാൽ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലക്കി ബാമ്പുവിൻ്റെ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് കെട്ടി വെച്ചിട്ടൊക്കെ ചെയ്തതാണ്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ നടുന്ന ഭാഗം വരെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം കുറച്ച് ദിവസമായിട്ടുണ്ട്. അപ്പം ഞാനത് ഇതുവരെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഒരു 20 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിത് അതിൽ നിന്ന് എടുത്ത് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ വേരൊക്കെ നന്നായി വന്നിട്ടുണ്ട്, എല്ലാത്തിനും വേര് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ മറ്റേ കവറിലുള്ളതും കൂടി ഞാൻ ഇതുപോലെ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പം അതിനും വേരൊക്കെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 25ാമത്തെ ദിവസമൊക്കെ ആകുമ്പം അതിൻ്റെ ഇലയൊക്കെ വന്ന് ചെറുതായിട്ട് ഇലയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, ചെറിയൊരു മുളയൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ കണ്ടില്ലേ. അപ്പോൾ രണ്ടിനും വന്നിട്ടുണ്ട്, ഇതുപോലെ അങ്ങ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ കവറിലുള്ളത് ഞാൻ വീണ്ടും മാറ്റി നടുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു 35 ദിവസമൊക്കെ കഴിയുമ്പോൾ ആണ് അതിൻ്റെ ഇലയൊക്കെ ഇതുപോലെ അങ്ങ് വന്നിട്ടാണുള്ളത്. അപ്പം അതിൻ്റെ താഴെ ഭാഗമൊക്കെ ഇല വന്നിട്ടുണ്ട്, നന്നായി വന്നിട്ടുണ്ട്. ഒരു 3-4 ഇലയൊക്കെ കാണുന്നുണ്ട്, കണ്ടില്ലത് ഇതുപോലെ വന്നിട്ടാണുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഞാനത് പൊരിച്ചെടുത്ത് ഞാൻ വേറെ ഒരു ചട്ടിയിലേക്കാണ് നടാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും വേരൊക്കെ നന്നായി വന്നിട്ടുണ്ട്, ഒരുപാട് പേരൊക്കെ വന്നു. ഇതിൻ്റെ താഴേന്ന് തന്നെ ഇലയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഞാൻ കവറിൽ നിന്ന് മാറ്റി നടാൻ വേണ്ടി പോകുന്നതാണ്. അപ്പം അതിന് വേണ്ടി ഞാൻ ചെറിയൊരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്, പ്ലാസ്റ്റിക് ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറിയ ചട്ടിയിലായിട്ട് നട്ടാലും മതി. അപ്പം നമുക്കിത് ഇൻഡോറായിട്ടും വെക്കാം, ഔട്ട്ഡോറായിട്ടും വെക്കാം. അപ്പം അതിന് ഞാൻ ഒരു ഹോൾസൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് രണ്ടും 2 ചട്ടിയിലായിട്ടാണ് നടുന്നത്. അപ്പോൾ 2 ചട്ടിയിലും കൂടെ നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ 2ലും മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ അതെടുത്ത് ഇതിൽ 2ലും കൂടെ നട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നന്നായി ഇലയൊക്കെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇപ്പം വരാനുണ്ട്, ഓരോന്നിലൊക്കെ വരാനിരിക്കുന്നുണ്ട്. എന്നാലും നന്നായിട്ടുണ്ട്, കാണാൻ തന്നെ നന്നായിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ കെട്ടി വെച്ചതൊന്നും അയച്ചെടുത്തിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇതുപോലെ നട്ട് കൊടുത്താൽ അത് അയച്ചെടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഞാൻ അയച്ചു കൊടുത്തിട്ടില്ല. അപ്പം നമുക്കത് കുറച്ചുകൂടെ വലിയതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വലിയ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം ചെറിയ ചട്ടീൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം നന്നായി മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ അങ്ങ് സൈഡൊക്കെ മണ്ണിട്ട് ഒന്ന് താത്തി കൊടുക്കുക. അതിൻ്റെ താഴേന്ന് വരെ അത് തിരിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലതാ. അങ്ങനെ രണ്ടും ഞാൻ ചട്ടിയിലാക്കി നട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇതിന് മുന്നേ വേറെ ഒന്നും കൂടി ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിതുപോലെ കവറിൽ തന്നെ വെച്ച് കൊടുത്തത്. അപ്പോൾ അത് ഇതിനേക്കാളും കുറച്ച് വലിയതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ ഇതുപോലെ ഒരു ചട്ടിയിലേക്ക് നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ അതും നമുക്കൊരു ചട്ടിയിലേക്ക് നട്ട് കൊടുക്കാം. ഇത് രണ്ടും ഞാൻ ഇതുപോലെ ചട്ടിയിലാക്കി വെച്ചിട്ട് കണ്ടില്ലതാ. ഇനി നമുക്കതിൽ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ചാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് കൂടുതലൊന്നും വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, കുറച്ച് വെച്ചെടുത്താൽ. അപ്പോൾ മണ്ണിനും കുറച്ച് നനവൊക്കെ ഉണ്ട്. അപ്പം ഞാൻ മണ്ണെന്ന് വെച്ചാൽ ചാണകവളവും കൂടെ ചേർത്തിട്ടുണ്ട്, ഉണക്ക ചാണകം, അതാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിന് മുന്നേ ചെയ്തതാണ്. അത് കുറച്ച് വലിയതായിട്ടുണ്ട്, കുറച്ച് കൂടുതൽ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ കുറച്ച് നല്ലോണം വേരൊക്കെ പിടിച്ചതാണ്. അപ്പോൾ അതും ഞാൻ ഇതുപോലെ ഒരു ചട്ടിയിൽ നട്ടു കൊടുത്തു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.